إن الحمد لله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. സൂറ അശ്ശുഅറാ 53-54 രണ്ട് വചനങ്ങളുടെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹിസ്സലാമിനോട് കൽപ്പിക്കുകയാണ്, ബനീ ഇസ്രായേലുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ചെങ്കടൽ കടന്നുകൊണ്ടു പോകാനുള്ള കൽപ്പനയാണ്. അത് പ്രകാരം മൂസ നബി അലൈഹിസ്സലാം ബനീ ഇസ്രായേലുകളുമായി പുറപ്പെടുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് വിശദീകരിക്കുന്നത്. വഔഹൈനാ ഇലാ മൂസ, മൂസ നബി അലൈഹിസ്സലാമിലേക്ക് നാം വഹി അറിയിച്ചു, ദിവ്യബോധനം അറിയിച്ചു. അൻ അസിരി ബി ഇബാദി, അൻ അസിരി രാപ്രയാണം ചെയ്യണമെന്ന് എന്ന് പറഞ്ഞാൽ രാത്രിയിൽ യാത്ര ചെയ്യണമെന്ന്, ബി ഇബാദി എന്റെ അടിമകളെയും കൊണ്ടെന്ന് പറഞ്ഞാൽ ബനീ ഇസ്രായേലുകളെയും കൂട്ടിക്കൊണ്ട് ബനീ ഇസ്രായേലുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാത്രി ആ നാട് വിട്ട് കടക്കണമെന്നുള്ള കൽപ്പനയാണ്. അല്ലാഹുവിന്റെ ഓർഡർ, ആജ്ഞയാണ് വന്നിരിക്കുന്നത്. ഇന്നക്കും നിശ്ചയമായും നിങ്ങൾ മുത്തബഊൻ, നിങ്ങൾ പിന്തുടരപ്പെടുന്നവരായിരിക്കും, അതായത് അനുഗമിക്കപ്പെടുന്നവരായിരിക്കും എന്ന് പറഞ്ഞാൽ ഫിർഔനും കൂട്ടരും നിങ്ങളെ പിന്തുടർന്നുകൊണ്ട് നിങ്ങളുടെ പിന്നാലെ വരുമെന്നുള്ള ഒരു സൂചനയും അവർക്ക് നൽകുകയാണ്. അവർ വെറുതെ ഇരിക്കില്ല, നിങ്ങളെ പിടികൂടാൻ നിങ്ങളുടെ പിന്നാലെ തന്നെ അവരുണ്ടാകും. അടുത്താത്തിൽ അല്ലാഹു പറയുകയാണ്, അത് ആ വിവരം അറിഞ്ഞു ബനീ ഇസ്രായേലുകൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഇതാ ഈ നാട്ടിൽ നിന്നും നാട് വിട്ടുപോയി രക്ഷപ്പെടാനുള്ള ഒരു പ്ലാനുമായി അവർ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള വിഷയം ആ ഫറോവ അറിഞ്ഞ സന്ദർഭത്തിൽ അയാൾ പറയുകയാണ്, അപ്പോൾ അവൻ അയച്ചു, ഫിർഔൻ അയച്ചു, ഫിൽ മദായിനി ആ പട്ടണങ്ങളിലേക്ക് അയച്ചു, ഹാശിരീൻ ജനങ്ങളെ സൈന്യങ്ങളെ ഒരുമിച്ച് കൂട്ടുന്നതിന്, ഈ ബനീ ഇസ്രായേലുകളെയും അതുപോലെ മൂസാ നബിയെയും പിടികൂടുന്നതിന് വേണ്ടി, വലിയ സൈന്യങ്ങളെ സംഭരിക്കുന്നതിന് വേണ്ടി, ജനങ്ങളെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ആ പട്ടണങ്ങളിലേക്ക് ഫിർഔൻ അയക്കുകയാണ് ഉണ്ടായത്. ഈ രൂപത്തിലാണ് അതുമായി ബന്ധപ്പെട്ട് അടുത്തായത്തിൽ അതിന്റെ വിശദീകരണം കൂടുതൽ വരുന്നുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.